Oh, riba ba 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 ba. Oh, riba la thara gamana thara. ഞങ്ങളോട് കൃത്യമായി ഇടപെടും. ഒരു മാനുഷിക ശബ്ദം ഞങ്ങൾക്ക് വേണ്ട. മഹത്വമെല്ലാം പങ്കെടുക്കും, പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് വേദപുസ്തകങ്ങളെ തുറക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം. വേദപുസ്തകങ്ങൾ കൊണ്ടുവന്നവരെല്ലാം വേദപുസ്തകം തുറന്നാട്ടെ. 18-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ലൂക്കോസ് 18:8. Gospel of Luke chapter 18 verse 8. ഒരുമിച്ച് വായിക്കാമോ? ലൂക്കോസ് 18:8. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഒരിക്കൽ കൂടെ, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. മതി, ഒരു നിമിഷം ദിവസം നിന്നിരിക്കാമോ? നല്ല വാക്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ വചനവും ദൈവത്തിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളുടെ മുൻപിൽ ഒരിക്കൽ കൂടെ ആയിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവഭയത്തോടുകൂടി നമുക്ക് ദൈവിക മുൻപാകെ ആയിരിക്കാം. വേഗത്തിൽ ഇന്നത്തെ പ്രസംഗം ആമേൻ അവസാനിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാം എന്ന ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. ഇവിടെ കഴിഞ്ഞ ഉടനെ തിരുവനന്തപുരം പട്ടണത്തിൽ ആരാധനയുണ്ട്. വൈകിട്ട് ഇവിടെ 6:30 മുതൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവമനുഷ്യൻ, ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവമനുഷ്യൻ നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ചന്തവും ഉചിതവുമായി ആമേൻ ചെയ്യണം. അതുകൊണ്ട് ആമേൻ വേഗത്തിൽ എൻ്റെ മുൻപിൽ ദൈവം തന്നൊരു ചെറിയ ചിന്ത, ഒരു പ്രവചന ദൂത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഓൺലൈനിലൂടെ ഞങ്ങൾ വാച്ച് ചെയ്യുന്നവരെ അതുപോലെ ഇനി വാച്ച് ചെയ്യാൻ പോകുന്നവരെല്ലാം ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. നിങ്ങളോട് കൃത്യമായി ദൈവാത്മാവ് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വായിച്ച വചനം ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി വായിക്കാമോ? ആദ്യത്തെ ഫ്രേസ് മാത്രം. വേഗത്തിൽ അവരെ മതി. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായ അധ്യായങ്ങളിലൊന്നാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ കർത്താവ് പറയുന്ന പദം ശ്രദ്ധേയമാണ്. മടുത്തു പോകാതെ, നിങ്ങൾ പറഞ്ഞില്ല, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടും നമ്മുടെ ജീവിതത്തിന് മുൻപിൽ, നമ്മുടെ ആലയത്തിന് മുൻപിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആഞ്ഞടിച്ചിട്ടും ധൈര്യത്തോടെ 21 ദിവസം നാം ഇരിക്കുകയാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയാണ്. മടുത്തവരുണ്ട്, വരാത്തവരുണ്ട്. നിങ്ങളെല്ലാം സല്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെ ഇരുന്നോ. പക്ഷെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഏത് പ്രസംഗം പ്രസംഗിക്കണം? ഞാൻ എന്തു പറയണം? എൻ്റെ പ്രസംഗ ഡയറിക്കകത്ത് ഞാൻ 1-2 പ്രസംഗങ്ങൾ ഈ ആഴ്ചയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയുടെ നാളുകളിൽ എന്നോട് ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചു. നീ ദൈവസഭയോട് പറയണം, മടുത്തു പോകാതെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഒരു സെക്ഷൻ പോലും മുടങ്ങാതെ ഇതിനകത്ത് കടന്നു വന്ന് മുട്ടുകുത്തി കരഞ്ഞ് വിലാപത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്. അവരോട്
ആരോട് ഇന്ന് പകൽ നീ ഒരു ദൂത് കൈമാറണം. ഇവിടെ ഈ വചനം റിലീസ് ചെയ്യുമ്പോൾ ആമേൻ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് ഫലമല്ലാതെ മടങ്ങി വരത്തില്ല. എങ്കിൽ ഇന്ന് പകൽ ദൈവം തന്നൊരു ദൂത് നിങ്ങളെ നോക്കി, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരെ നോക്കി, പ്രാർത്ഥനയ്ക്ക് വരാത്തവരെയല്ല, ആരാധന ഉപേക്ഷയായി വിചാരിച്ചവരെയല്ല, പാട്ട് വേണ്ടാത്തവരെയല്ല, കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞതുപോലെ ആമേൻ, ആത്മീകത വേണ്ടാത്തവരെ നോക്കിയല്ല, ആരാധിക്കുന്ന തൻ്റെ ജനത്തെ നോക്കി ദൈവത്തിന് ഇന്ന് പകലൊരു ദൂതുണ്ട്. ചില ജീവിതത്തിൻ്റെ അകത്ത് വേഗത്തിൽ ചില പ്രതിക്രിയകൾ എൻ്റെ ദൈവം നിന്നെ വിജയിച്ച് ഇന്നലെ രാത്രി ഉയർന്നൊരു ശബ്ദം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവം നിന്നെ രക്ഷിച്ചു പുറത്തെടുക്കുകയാണ്. വിശ്വസിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ആലയത്തിനകത്ത്, ചിലരുടെ ഭാവിക്കകത്ത്, കുടുംബത്തിനകത്ത്, തലമുറകൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം വേഗത്തിൽ ചിലത്, യെസ്, ആ പദമൊന്ന് പറഞ്ഞോട്ടെ, വേഗത്തിൽ 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 ചിലത് നിന്റെ കൂടാരത്തിൻ്റെ മേൽ സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഈ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ആത്മാവ് ഇന്ന് പകൽ പ്രവചിക്കുകയാണ്. വേഗത്തിൽ 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 നിന്റെ കൂടാരത്തിനകത്ത് ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടുന്നു. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് അടങ്ങിയിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട് കേട്ടോ. ആത്മാവിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഓ റിവാല വൈഡവാന ധൂരമച്ച വേഗമേന ധൂരമാന ധാര 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 അത്ഭുതീകമാന ധൂര ധാര 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 വാല വാല ശഖമാന ധാര ധീരമാന ഓ റിവാല ശഖേര ദേരകൾ ഖമാന ദരഗടക. ആമേൻ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞൊരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല, ഈ ഉപവാസ പ്രാർത്ഥന കഴിയും മുമ്പ് തന്നെ വേഗത്തിൽ ചിലത് സംഭവിക്കും. സ്തോത്രം പറഞ്ഞില്ല. വേഗത്തിൽ ചിലത് സംഭവിക്കും. വേഗത്തിൽ ചില വാഗ്ദത്ത നിവർത്തികൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. വേഗത്തിൽ ചില പേപ്പർ വർക്കുകൾ ആരോടും അറിയില്ല, ദൈവം പ്രവചിക്കുകയാണ്. ആമേ, വേഗത്തിൽ ചില വസ്തു സംബന്ധമായ വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്ന ആരോ ഇതിനകത്ത് തന്നെ കേൾക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് വേഗത്തിൽ ചിലത് സംഭവിക്കുക. നിന്റെ കൂടാരത്തിനകത്ത് വേഗത്തിൽ ചിലത്. ഓ റിവല വൈഡമാന ദുരജലഗടഗജരാരകൾ ഖമാന ബലഗടഗ ഓ ശഖേരദരകൾ ഖമാന ദുരജലഗടഗജരാരകൾ ഖവ. ആമേ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, വേഗത്തിൽ ചിലത് സംഭവിക്കും. മടിക്കരുത്, പറ, വേഗത്തിൽ ചിലത് സംഭവിക്കും. ആമേ. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയായപ്പോൾ ഈ ആലയത്തിനകത്ത് ഞങ്ങൾ ആമേ ദൈവദാസന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസന് അമ്മ വായിൽ നിന്ന് വന്നൊരു പദമുണ്ട്, നമ്മുടെ നാവിനൊരു അധികാരമുണ്ട്. എനിക്ക് തോന്നുന്നു 12 മണിയായെന്ന് തോന്നുന്നു. ആമേ. അതുകൊണ്ട് ഇന്ന് പകൽ നീ അടുത്തിരിക്കുന്നവരെ നോക്കി ഇത് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും. ഇത് എത്ര പേർ ഏറ്റെടുക്കുമെന്ന് അറിയത്തില്ല. ഏറ്റെടുത്താൽ നിന്റെ ജീവിതം മാറും, നിന്റെ അവസ്ഥകൾ മാറും. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം പറയുന്നു, ഉപവസിച്ച ചില വിഷയങ്ങൾക്ക് ദൈവം വേഗത്തിൽ മറുപടി, വേഗത്തിൽ മറുപടി, വേഗത്തിൽ 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 വേഗത്തിൽ. മഴ പെയ്യുമ്പോ ചില വൃക്ഷങ്ങൾ വേഗത്തിൽ കിളിർക്കുന്നത് പോലെ ചില ജീവിതങ്ങൾക്കകത്ത് വേഗത്തിൽ ചില വാഗ്ദത്ത നിവർത്തികൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും. പിന്മാറിപ്പോയ തലമുറകൾ വേഗത്തിൽ മടങ്ങി വരും. ആമേൻ. പിന്മാറിപ്പോയ നിന്റെ കുടുംബം ആമേൻ വേഗത്തിൽ മടങ്ങി വരും. തകർന്നു പോയ നിന്റെ കുടുംബത്തെ വേഗത്തിൽ എൻ്റെ ദൈവം പണിയും. ആമേൻ. ശൂന്യമായി പോയ നിന്റെ ആരോഗ്യത്തെ ദൈവം വേഗത്തിൽ തിരിച്ചു തരാൻ പോകുകയാണ്. ഇന്ന് പകൽ ദി സ്പിരിറ്റ് ഓഫ് റിസ്റ്റോറേഷൻ ഇതിനകത്ത് സംഭവിക്കുന്നു കേട്ടോ. സംതിങ് ക്വിക്ക്ലി ഹാപ്പൻ ഇൻ ദി നെയിം ഓഫ് ജീസസ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഓ റിവാന വൈഡമാന ദൂരവച്ച വേഗമേന ധാര 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 ധീരവച്ച വേഗമേന ധാര ധാര തുരീഖമാന ധൂരധാര ധീരമാൻ തുരീഖമാന ധൂര വൈഡമാന ധാര തുരീഖമേന ധീര ധീരവച്ച വേഗമാന
ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. ഈ അന്തരീക്ഷത്തിന്റെ അവസ്ഥ മാറുകയാണ്. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. ഞാൻ വെറും മൈക്രോഫോണാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ഒരു മൈക്രോഫോണാണ് ഞാൻ. ഇന്ന് പകൽ നീ കൈയടിച്ചാലും ഇല്ലേലും ഇന്ന് പകൽ ഈ പറയുന്ന ദൂത് സാക്ഷ്യത്തോടെ ചില കൂടാരങ്ങൾക്കകത്ത് വിശ്വസിക്കുന്നവിടമേ അത് വെളിപ്പെട്ടു വരും. വേഗത്തിൽ വേഗത്തിൽ മടയപ്പെട്ടു പോയ മണ്ഡലങ്ങളുടെ മേൽ വേഗത്തിൽ ചിലത് വെളിപ്പെടും. വേഗത്തിൽ നിന്റെ ശുശ്രൂഷ പുറത്തു വരും. വേഗത്തിൽ നിന്റെ രാജ്യങ്ങളുടെ വാതിൽ പുറത്തു വരും. ആമേൻ. വേഗത്തിൽ പട്ടണങ്ങളുടെ വാതിൽ പുറത്തു വരും. വേഗത്തിൽ കൂട്ട സ്നാനങ്ങൾ സംഭവിക്കും. ആമേൻ. വേഗത്തിൽ ആലയത്തിനകത്ത് വടക്കു നിന്ന് തെക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് കിടക്കുന്ന ആത്മാക്കൾ ഓടിക്കയറ്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് ശബ്ദമുയർത്തി എന്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആരുടെയൊക്കെ ശിരസിന്റെ മേൽ കരം വച്ചിട്ട് ഇന്ന് മകൾ ദൈവം പറയുക, ചിലരുടെ ജീവിതത്തിനകത്ത് വേഗത്തിൽ വേഗത്തിൽ ചിലത് സംഭവിക്കും. ഓ റീമമാന ദൂരവച്ച വേഗമേന ദൂരമാന വൈഡമാന അർത്ഥമാന ദൂര വൈഡമാന ദൂരധാര ധാരം 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 ധീരമാന ധീരമാന അർത്ഥുരീഖമാന ദൂരജലഘടക ധുരാരകൽഖമാന ദുരജലഘടക. ഓ റീമനാ ശൈഖേ റീമനാ ധരീഖമാന ദൂരജാര ധാര 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 ധാര. അതിനകത്ത് കാണുന്ന ഒരു പദമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് കാണുന്ന ഒരു പദമുണ്ട്. അമ്മേ, ദൈവം പറയുകയാണ്, അനീതിയുള്ള ന്യായാധിപൻ അവർക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുമെങ്കിൽ നീതിയുള്ളവൻ വേഗത്തിൽ പ്രതിക്രിയ ചെയ്യും. മനസ്സിലായില്ല? ലോകത്തിലെ അനീതിയുള്ള ന്യായാധിപൻ ഒരു വിധവയ്ക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ നീതിയുള്ളവനാണ്. അവൻ നീതിയുള്ളവനാണ്. അവൻ വേഗത്തിൽ പ്രതിക്രിയ ചെയ്യും. അവൻ വേഗത്തിൽ പ്രതിക്രിയ ചെയ്യും. നിങ്ങൾ പറഞ്ഞില്ലേ പാസ്റ്റർ, എൻ്റെ കുടുംബക്കാർ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ സഹോദരങ്ങൾ എന്നെ തള്ളി മാറ്റി, ആരൊക്കെ എനിക്ക് വേണ്ടി പൊട്ടക്കിണറൊരുക്കി, ആരൊക്കെ എന്നെ തകർക്കാൻ പദ്ധതികൾ ഒരുക്കി. ഇന്ന് പകൽ അതുകൊണ്ടാ കുഞ്ഞ് നിനക്കുള്ള പ്രതിക്രിയ വേഗത്തിൽ. അതുകൊണ്ടാ നിനക്കുള്ള പ്രതിക്രിയ വേഗത്തിൽ. മനസ്സിലായില്ല, മനസ്സിലായില്ല, മനസ്സിലായില്ല. അവൻ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോകുമ്പോ, ലോകക്കാർ കൈവിടുമ്പോ ഇന്ന് പകൽ പ്രതിക്രിയ ചെയ്യാ അവൻ കഴിവുള്ളൊരു ന്യായാധിപൻ ഇതിനകത്തുലാകുന്നുണ്ട്. മാറത്തു പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളുള്ളവനായി അവൻ ഇതിനകത്തുലാവുന്നുണ്ട്. അർത്ഥമാന നിങ്ങൾ പറയും പാസ്റ്ററെ, ഞാൻ ഒത്തിരി ആ വിഷയത്തിന് വേണ്ടി കരഞ്ഞതാ, ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചതാ. 21 പാസ്റ്ററെ, 7 പാസ്റ്ററെ, 3 പാസ്റ്ററെ, ഞാൻ ഒത്തിരി ഇരുന്നതാ. എന്നോട് ദൈവാത്മാവ് ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ പകൽ നിന്നെ ഇതിനകത്ത് കൊണ്ടിരുത്തിയത് എന്നെ ഇത് പറയാനാ. വേഗത്തിൽ ഞാൻ നിനക്ക് വേണ്ടി ആ വിഷയത്തെ പൂർത്തീകരിക്കാൻ പോവുക. ലോകത്തിന്റെ മുൻപിൽ ചോദ്യചിഹ്നം പോലെ നീ ഹൃദയം നുറുക്കത്തോടെ കയറി വന്നില്ലേ? ആ വിഷയമുണ്ടല്ലോ, ആ വിഷയമുണ്ടല്ലോ, അത് ഇന്ന് പകൽ എന്റെ ദൈവം പരിഹരിക്കാൻ പോകുക. എന്റെ ദൈവത്തിന് കാലങ്ങൾ വിഷയമല്ല, എന്റെ ദൈവത്തിന് മണിക്കൂറുകൾ വിഷയമല്ല,
എൻ്റെ ദൈവത്തിന് വർഷങ്ങൾ ആവശ്യമില്ല ഒരുവന് വേണ്ടി പ്രവർത്തിക്കാൻ. എൻ്റെ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി, അവൻ്റെ ഒരു വാക്ക് മതി. ചിലത് വേഗത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. കേട്ടോണേ, ജോന എന്ന് പറയുന്ന പ്രവാചകൻ അവൻ ശക്തനായിരുന്നു. അവൻ്റെ ജീവിതം ശൂന്യമായിരുന്നു. പക്ഷേ ശൂന്യതയിൽ നിന്ന് രാജകീയ അഭിഷേകം നൽകി കൊട്ടാരത്തിനകത്ത് നിർത്തിയൊരു അഭിഷേകത്തിൻ്റെ ശക്തിയുണ്ട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യോന മറന്നുപോയി. ദൈവമേ വളർത്തിയ ദൈവത്തെയും ഉയർത്തിയ ദൈവത്തെയും മറന്നുപോയി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ തർശീസിലേക്ക് കപ്പൽ കയറി. ലോകം കാണുകെ തർശീസിലേക്ക് കപ്പൽ കയറിയ ജോനയുടെ കപ്പലിനകത്ത് കൊടുങ്കാറ്റ് കൊണ്ടുള്ള പ്രതിസന്ധികൾ ആഞ്ഞടിച്ചു. കേട്ടോണ്, ആമേൻ, അവന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെയും നേരിട്ടില്ലാത്ത പ്രതിസന്ധികൾ ആഞ്ഞടിച്ചു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ദൈവം നിന്നോട് സംസാരിക്കുക. പലപ്പോഴും ദൈവ വഴി വിട്ടുപോയിട്ട്, പലപ്പോഴും അനുസരണക്കേട് നീ കാണിച്ചിട്ട്, കൂട്ടുകാരെ കണ്ടപ്പോൾ ദൈവത്തെ മറന്നിട്ട്, പ്രമാണത്തെ മറന്നിട്ട്, നിന്റെ കൂടാരം തകരാതിരിക്കുന്നത്, നിന്റെ പടക് തകരാതിരിക്കുന്നത് ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. നീ കൂടുതൽ മസില് പിടിക്കരുത്, നീ കൂടുതൽ മസില് പിടിക്കരുത്. ഇന്ന് പകലും നിർത്തിയൊരു ദൈവമുണ്ട്. അവൻ ഇന്ന് പകൽക്കാലം അനുസരിക്കാം. നിന്നെ ഇന്ന് പകൽ മടക്കി വിളിക്കുക. നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്. കാറ് കിട്ടുമെന്ന് പറയുമ്പോൾ കൈയടിക്കും, വാറ്റത്തെ നിവർത്തിക്കുമെന്ന് പറയുമ്പോൾ കൈയടിക്കും. ഹലോ ഹലോ, ആമേ, ലാസർ പുറത്തു വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറില്ല. ഏത് ലാസർ എന്ന് നമുക്ക് അറിഞ്ഞും കൂടാ. ഹലോ, ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയാം. ദൈവം പറഞ്ഞ നിനവയിൽ നിന്ന് തർശീസിലേക്കാണ് പോക്കെങ്കിൽ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത കൊടുങ്കാറ്റുകൾ, ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത കൊടുങ്കാറ്റുകൾ. ശമുവേൽ പാഷ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സബിൻ പാഷ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വീടിന് നേരെ, കുടുംബമാകുന്ന പടകിന് നേരെ ആഞ്ഞടിക്കുക. ഇന്നു പകൽ ദൈവം മടക്കി വിളിക്കുക. അനുസരണത്തിലേക്ക് മടങ്ങുക. ഞാൻ ചിലവ് നിനക്ക് വേണ്ടി വേഗത്തിൽ ചെയ്യട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്ന് കണ്ടാലും എൻ്റെ മുമ്പിൽ വന്നിരിക്കും. എന്നിട്ട് പറയും, പാസ്റ്റേ, ഞാൻ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഒരു വാതിലും. ആമേൻ. ഞാൻ തിരിച്ചു ചോദിക്കും, വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? ഹലോ, വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? മക്കളുമായിരുന്നു പാടാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? പള്ളിയിൽ പോകാറുണ്ടോ? നീ വ്യക്തിപരമായി ദൈവസന്നിധി ഇരിക്കാറുണ്ടോ? ഇല്ലാത്ത നിനക്ക് ദൈവം എങ്ങനെ വഴി തുറക്കും? ഹലോ, ഇന്ന് പകൽ കേട്ടോണം. പടകിനകത്ത് കയറി പടകാഞ്ഞടിച്ച്, കാറ്റാഞ്ഞടിച്ച് പടകുലഞ്ഞത് സാധാരണ വ്യക്തിയുടെയല്ല, ഒരു വിശ്വാസിയുടെയല്ല, സബിംബാസ പോലത്തെ ഒരു കേവലം ഒരു പാസ്റ്ററയല്ല. രാജ്യങ്ങളെ ഇളക്കി മറിക്കുന്ന ഒരു പ്രവാചകന്റെ മേൽ ദൈവിക ന്യായവിധി വന്നെങ്കിൽ വന്നിരുന്ന് ഉറങ്ങുന്ന നിന്റെ മേൽ എന്റെ ദൈവം എങ്ങനെ അടിക്കാതിരിക്കും? ദൈവത്തെ ഉപേക്ഷയായി വിചാരിക്കുന്ന, പ്രാർത്ഥന ലഘുവായി കാണുന്ന നിന്നെ എങ്ങനെ ദൈവം അവൻ ന്യായം വിധിക്കാതിരിക്കും? ആമേൻ, ഹല്ലേലൂയ. പാടിയ നാവ് തുറക്കൂല, കൈയടിച്ച കൈ പൊങ്ങൂല. ഹലോ, ജവിളിക്കടയിൽ ബൊമ്മ ഇരിക്കും പോലെ വന്നിരുന്ന് ആടുക. ഹലോ, വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? പോട്ടെ, ഒരു പായെങ്കിലും ഉണ്ടോ വീട്ടില്? ഹലോ, ഇല്ലാത്ത നിനക്ക് വേണ്ടി എന്റെ ദൈവം എങ്ങനെ പ്രവർത്തിക്കും? എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ദൈവസഭയോട് പറ, അനുസരണത്തിൽ മടങ്ങി വരട്ടെ, ഞാൻ ചിലത് വേഗത്തിൽ ചെയ്യും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. അഭിഷിക്തന്മാർ ചിലർ വരുമ്പോ ആമേ
ചില കിരിയിരിപ്പിന്റെ ദൂതൊക്കെ കേൾക്കുമ്പോൾ ഏറില്ല. ഹലോ ഹലോ ഏറില്ല. ജീവിതം എങ്ങനെയുണ്ട്? ജീവിതം എങ്ങനെയുണ്ട്? കിരികിരുത്ത് ഏറില്ലായ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന മടങ്ങി വന്നോ? നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ കേട്ടത് വെറുതെയാ. സങ്കടം തോന്നരുത്. നിങ്ങൾ പിണങ്ങിയാലും കുഴപ്പമില്ല, പിണങ്ങിയില്ലേലും കുഴപ്പമില്ല. ഉപവാസ പ്രാർത്ഥനയുടെ മേൽ ദൈവം ചിലത് വേഗത്തിൽ ചെയ്യും, വേഗത്തിൽ ചെയ്യും. നിന്റെ പോക്കറ്റിനകത്തിരിക്കുന്ന പൈസയല്ല എന്റെ ദൈവം. ചിലര് വിചാരിക്കുന്ന കീ കൊടുക്കുമ്പോ ചാടുന്നതാണ് ദൈവമെന്ന്. ആ പരിപാടി വെച്ച് നിർത്തിക്കോണം. ഇന്ന് പകൽ കേട്ടോണം. നിന്നെ ജീവൻ വിളിച്ചത് നിനവേ പോകാനാണെങ്കിൽ നിനവയ്ക്ക് പെട്ടകം കയറിക്കോണം. നിനവയുടെ ബോട്ടിനകത്ത് നീ കാണണം. നിന്നെ വിളിച്ചത് അമ്പേർക്കോണത്ത് ഒതുങ്ങാനല്ല. നിന്നെ വിളിച്ചത് മാറാമ സഭയ്ക്കകത്ത് ഒതുങ്ങാനല്ല. നിന്നെ വിളിച്ചത് നിത്യവയുടെ ട്രാക്കിലേക്ക് കയറി അവൻ ഈ പോർക്കളത്തിൽ ട്രാക്ക് തെറ്റാതെ നിത്യവയിലെത്താനാ. പ്രിയരെ, കൊണം പെട്ടില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. എത്ര ഉപവസിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ദൈവം പറഞ്ഞ ട്രാക്കിനകത്ത് കയറി നിൽക്കുക. ദൈവം ചിലത് വേഗത്തിൽ ചെയ്യും. ആമേ. നീ കയറിയില്ലെങ്കിലുള്ള കുഴപ്പം, ദാ പിടിച്ചാൽ നിൽക്കാത്ത കൊടുങ്കാറ്റുകൾ നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് പറയുന്നു, എൻ്റെ ദൈവാത്മാവ് പറഞ്ഞൊരു ദൂത് ഞാൻ പറയാ. ചില പിന്മാറ്റക്കാരെ ദൈവ ചിലവിനെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, ചിലവിനെ ന്യായവിധിയുടെ വാളിനേൽപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം മടങ്ങി വരാമ. നിന്നെ പേടിപ്പിക്കാനല്ല ഈ ദൂത് പറയുന്നേ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം പറഞ്ഞ ദൂത, ഇന്ന് പകൽ നീ അനുസരിച്ച നിനക്ക് കൊള്ളാം, നീ അനുസരിച്ച നിന്റെ കുടുംബത്തിന് കൊള്ളാം. ഭവനത്തിനകത്ത് നിലവിളി ഉയരേണ്ടെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വന്ന് ദൈവത്തെ പ്രാർത്ഥിക്ക്. ഇന്ന് പകൽ ആരൊക്കെ പറയുന്നു, അയ്യോ വന്നു കയറി ഇരുന്നു പോയല്ലോ, നിന്നോട് പറയാനാ എന്റെ ദൈവം ഈ ദൂതനിക്ക് വന്നത്. ഇന്ന് പകൽ ന്യായവിധിയുടെ വാള് ദേശത്തിന്റെ മേൽ മുഴങ്ങുകയാണ്, ദേശത്തിന്റെ മേൽ വീശുകയാണ്. തകർന്നു പോകണ്ടെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വന്നിട്ട് കരയുക. നീ ആരാധിച്ച കാലം എവിടെ പോയി? നീ പ്രാർത്ഥിച്ച കാലം എവിടെ പോയി? നീ ദർശനം കണ്ട മാളുകൾ എവിടെ പോയി? നീ ദൈവത്തെ സ്തുതിച്ച മാളുകൾ എവിടെ പോയി? പാതകൾ കുറവുള്ളവരാണ് ഞങ്ങൾ, ലംഘനമുള്ളവരാണ്. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങളിൽ നിന്ന് നിന്റെ പരിശുദ്ധനെ എടുക്കരുത്, ഞങ്ങളിൽ നിന്ന് നിന്റെ പരിശുദ്ധനെ എടുക്കരുത്. ഇന്ന് പകൽ ഞങ്ങൾ സഭയായി മടങ്ങി വരികയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ 21ാമത്തെ പകൽ, 21ാമത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ദിനരാത്രങ്ങളിൽ ഈ 7ാമത്തെ പകൽ ഞങ്ങൾ മടങ്ങി വരികയാണ്. നിങ്ങൾ ചോദിക്കും, പാസ്റ്ററേ ഞാൻ നിലവേ പോകാതെ തർസീസി പോയ എന്താ കുഴപ്പം? നിന്റെ പടകിൽ നീ ചുമന്ന് കയറ്റിയതെല്ലാം കടലിൽ കളയേണ്ടി വരും. സ്തോത്രം പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞില്ല. ചുമന്നുകൊണ്ട് കയറ്റിയില്ലേ? ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ ഈ വീടിങ്ങനെ കൊണ്ടെത്തിച്ചത്? ഒത്തിരി അധ്വാനിച്ചിട്ടല്ലേ? രാത്രിയില്ലാതെ പകലില്ലാതെ കരഞ്ഞിട്ടല്ലേ ഈ പെട്ടകത്തിനകത്ത് നീ ഒത്തിരി ചുമന്ന് കയറ്റിയതല്ലേ? ഇന്ന് പകൽ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ദൈവിക വ്യവസ്ഥയിൽ വന്നില്ലെങ്കിൽ നീ ചുമന്ന് കയറ്റിയതെല്ലാം താഴെക്കടലിനകത്ത് എറിഞ്ഞു കളയേണ്ട അവസ്ഥ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ വരും. പക്ഷെ ഇന്ന് പകൽ മടങ്ങി വന്ന ഞാൻ നിനക്ക് വേണ്ടി ചിലവ് എന്റെ ദൈവം ഇന്ന് പകൽ കരുതുമെന്ന് ആത്മാവ് ദൈവസഭയെ നോക്കി, വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളെ വീക്ഷിക്കുന്നവരെ നോക്കി ആത്മാവ് ദൂത് പറയുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കണ്ണുകൾ ഇതിനകത്ത് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ പകൽ കരഞ്ഞുകൊണ്ടൊന്ന് പറയാമോ? പലപ്പോഴും യാത്ര തെറ്റി, വഴി തെറ്റി, എങ്കിലും എങ്ങനെയൊക്കെ പിടിച്ചു നിന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങ് തന്നതല്ലാതെ ഒന്നുമില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവം തരാത്തതൊന്നുമില്ല. ആമേൻ. കഴിഞ്ഞ ദിവസം അഞ്ചലിനടുത്തുനിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് വാവിട്ട് കരയുക. എന്നോട് പറഞ്ഞു, പാസ്റ്റേ, എൻ്റെ കുടുംബത്തെ ഒന്ന് മടക്കി തരാമോ? ഹല്ലേലൂയ. എനിക്കെന്ത് പറയണമെന്നറിയില്ല. ആരാധന തുടങ്ങാൻ സമയമായി. ഞാൻ പറഞ്ഞു, ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. ആ മാതാവ് വാവൊട്ടിക്കരയുക. എനിക്കൊറ്റ മകനേ ഉള്ളൂ, ഒന്ന് മടക്കി തരാമോ? പക്ഷേ കഴിഞ്ഞ 2-ലധികം വർഷമായി ഞാൻ ആലയത്തിൽ പോയിട്ടില്ല. പക്ഷേ ദൈവം എന്നെ അടിച്ചു. പാസ്റ്റേ, ഇന്ന് പകൽ വേദനയോടെ ഞാൻ നിങ്ങളെ നോക്കി പറയുക, ഈ പ്രസംഗം ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെ മുമ്പ് വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലുകൾ എന്നെ ചൂണ്ടി ഞാൻ പ്രതിക്കൂട്ടി കയറി പറയുക, നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ? ഒത്തിരി ഉപവസിച്ചില്ലേ? ഒത്തിരി കണ്ണുനീരോടെ ചുമന്ന് കയറ്റിയതല്ലേ ഇതെല്ലാം? ഇന്നലകളിൽ കിടന്ന് നിന്റെ വീടിന്റെ അവസ്ഥ എന്താണ്? നിന്റെ മക്കളുടെ അവസ്ഥ എന്താണ്? ഈ കർത്താവ് തരാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എന്തിനാ ദൈവം നന്മ തന്നപ്പോ ദൈവത്തെ മറന്നത്? നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെ പറയുക, നമ്മളൊക്കെ ആര് ചോദിച്ചാലും പറയും ഞാൻ ദൈവത്തെ. പക്ഷെ പഴയ കൃപയൊക്കെ, പിന്നെ എനിക്ക് പഴയതിനേക്കാളും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മുടെ ഉൾപ്പുകളെ, നിലവുകളെ അറിയുന്നൊരപ്പനുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നൊരപ്പനുണ്ട്. 7ാമത്തെ പകൽ നിന്നോട് ഇളക്കാനുള്ള ദൂത് പ്രസംഗിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. എൻ്റെ ഡയറി അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, അനുസരണം കെട്ടവർ മടങ്ങി വരട്ടെ, ഞാൻ വേഗത്തിൽ ചിലവ് അവർക്ക് വേണ്ടി ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ വച്ചിരിക്കുന്ന മാസ്കുകളെ ഒന്ന്, പുറമൂടികളെ ഒന്ന് എടുത്ത് കളയാമോ? ഭർത്താവിൻ്റെ മുൻപിൽ നമ്മൾ ഒട്ടിച്ചു വച്ച മാസ്ക്, ഭാര്യയുടെ മുൻപിൽ നമ്മൾ ഒട്ടിച്ചു വച്ച മാസ്ക്, അപ്പനമ്മമാരുടെ മുൻപിൽ നമ്മൾ ധരിച്ചു നടക്കുന്ന മുഖംമൂടികൾ, ദൈവദാസന്മാരുടെ മുൻപിൽ നമ്മൾ മുഖം മൂടിയിട്ട് ജീവിക്കുന്നവരല്ലേ? ഈ ലോകത്തിന്റെ മുൻപിൽ മുഖം മൂടി ധരിച്ച് ജീവിക്കുന്നവരല്ലേ? ഇന്നു പകൽ അതിനെ ഊരിക്കളഞ്ഞിട്ട് കർത്താവിനോട് പറ, കർത്താവേ, എനിക്ക് വലുതങ്ങോട്. പത്രോസിനോട് ഒരിക്കൽ ചോദിച്ചു, പത്രോസേ, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹലോ, ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് പകൽ കർത്താവ് നിന്റെ ഹൃദയത്തെ തൊട്ട് ചോദിക്കുക, നിന്റെ മക്കളെക്കാൾ, നിനക്ക് തന്ന നന്മയേക്കാൾ, നിനക്ക് തന്ന ആരോഗ്യത്തെക്കാൾ, നിനക്ക് തന്ന ശക്തിയേക്കാൾ, നിങ്ങൾക്ക് വീട്ടിനകത്ത് തന്ന നന്മകളേക്കാൾ നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും, പാസ്റ്ററേ, എനിക്ക് ദൈവത്തെ എന്നാ സ്നേഹമാണ്. ഓ, ഭയങ്കര സ്നേഹമാണ്. ഹലോ, സ്നേഹം കൂടിയവൻ ഒരു പെൺകുട്ടിയുടെ മുൻപിൽ 3 പ്രാവശ്യം പറഞ്ഞു എനിക്കറിയില്ലെന്ന്. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്നേഹമുണ്ടെന്ന് വായിലല്ല, നാവിലല്ല, വാക്കുകൊണ്ടല്ല, ജീവിതം കൊണ്ട് തെളിയിക്കട്ടെ. ആമേൻ.
ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു നിന്റെ കൈയടി കൊണ്ടല്ല, നിന്നെ അന്യഭാഷ കൊണ്ടല്ല, ജീവിതം കൊണ്ട് തെളിയിക്ക. പൗലോസ് പറയുന്നു, എന്താണ് ആരാധന? ആമേ. റോമാലേഖനം പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി അർപ്പിപ്പീൻ. എന്താണ് ആരാധന? കയ്യടിയാണോ? അന്യഭാഷയാണോ? പ്രവചനമാണോ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് വർഷിപ്പ്. അതല്ല ആരാധന, നിന്റെ ജീവിതമാണ് ആരാധന. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് നാവ് കൊണ്ട് പറയാനല്ല, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്ക. ഒരു തലമുറ മാറാമസഭയ്ക്കകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഞങ്ങൾക്ക് 10,000-കണക്കിന് മിഷണറിമാരെ വേണോ, ലക്ഷക്കണക്കിന് സഭ വേണോ. ആത്മാവിൽ നിയോഗമുള്ള തലമുറകൾ എഴുന്നേറ്റ് വരട്ടെ. വലിയൊരു ദൈവ സാന്നിധ്യം ചലിക്കുകയാണ് കേട്ടോ. വലിയൊരു ദൈവശക്തി ചലിക്കുകയാണ്. അല്പസമയം കരമടിച്ചാരാപിക്കുക. ആത്മാവിൽ ദൈവത്തെ വായ്കൊണ്ട് പറയുന്നവനല്ല, അവൻ ജീവിതത്തിൽ ജീവിതം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു. അർത്ഥബാല ധൂര വൈഡബാല ധൂര ധാര 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 ധാര. ആത്മാവ് പ്രേരിപ്പിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ചോ. കിളവിനൊന്നും കരം പൊങ്ങൂല, എനിക്കറിയാം. ഇന്നു പകൽ നിന്നോടുള്ള ദൂത മടങ്ങിവ. ഇന്നു പകൽ ഞങ്ങളുടെ ആലയത്തിനകത്ത് വാക്കുകൊണ്ട് പ്രകടമാക്കുന്നതല്ല, കേവലം മുഖം മൂടിക്കകത്ത് അഭിനയിച്ച് ആമേ നടിച്ചു തീർക്കുന്ന ഒരു തലമുറയല്ല. ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നവർ, ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നവർ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവ്, മരിക്കുമ്പോൾ ലാഭമെന്ന് പറയുന്ന ഒരു തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. അന്ത്യകാല ഉണർവിന് വേണ്ടി 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ ഇന്നു പകൽ ഞങ്ങളുടെ ആലയത്തിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. പ്രാർത്ഥിക്ക്. കരയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക. നിന്റെ കൂടാരത്തിനകത്ത് വളരുന്ന തലമുറ അതിലൊന്നായി മാറട്ടെ. നീ വിശ്വസിച്ചാലും ഇല്ലേലും, ലോകം വിശ്വസിച്ചാലും ഇല്ലേലും, കേരള പെന്തക്കോസ് വിശ്വസിച്ചാലും ഇല്ലേലും, കർത്താവിന്റെ വരവിന് മുമ്പ് ഒരു ഉണർവുണ്ട്. കൂട്ടമായൊരു സ്നാനമുണ്ട്. ലക്ഷക്കണക്കിന് പേർ ദൈവത്തെ അറിയുന്ന ഒരു നിയോഗത്തിന്റെ ഉണർവുണ്ട്. അതിനകത്ത് നമ്മുടെ സഭ ഒരു ഭാഗമാകും. നമ്മുടെ തലമുറകൾ അതിനൊരു your presence, Father. Mama Nada. Oh Ramanade. ജോനെ, വാ കൊണ്ട് ഈ ദൈവമാണ് എന്നെ ഉയർത്തിയതെന്ന് പറയുന്നതല്ല, ജീവിതത്തിൽ അനുസരണ കൊണ്ട് ദൈവമാണ് എന്നെ നടത്തിയതെന്ന് പറയുന്നവൻ എൻ്റെ കൂടെ ഉണ്ടോ? ഇല്ലെങ്കിൽ ചുമന്ന് കയറ്റിയതെല്ലാം കടലിൻ്റെ ആഴങ്ങളിലേക്ക് എടുത്തെറിയേണ്ടത് വരും. അമ്മേ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ വീടിനപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ കാണും. ഒന്ന് പോയി നോക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തെ ആരാധിച്ചവർ
ദൈവത്തെ മറന്നപ്പോൾ ഉള്ള അവരുടെ അവസ്ഥ എങ്ങനെയൊന്നൊന്ന് ചിന്തിച്ച് നോക്കണം. ചുമ്മാ വീട്ടിലിരിക്കുമ്പോഴൊക്കെ അവരുടെ തലമുറയുടെ ഗതി എന്തെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇന്ന് പകൽക്കാലം അവരെ പോലെ വീഴാതെ നിൽക്കാൻ കൃപ ദൈവത്തോട് ചോദിച്ചോളാം. ഞാൻ നിസ്സാരം പ്രസംഗമല്ല ഇതിനകത്ത് പ്രസംഗിക്കുന്നേ. എനിക്ക് വ്യക്തമായൊരു ദൈവിക വെളിപ്പാടിൽ നിൽക്കുക. ഇന്ന് പകൽ കേട്ടോണം ജോനെ, നീ തർശീസിലേക്ക് പോയാൽ ചുമന്ന് കയറ്റിയതെല്ലാം, ഹലോ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചുമന്ന് കയറ്റിയതെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ടുപോയി. ജോന പറഞ്ഞു, ആ പിടികിട്ട പുള്ളി ഞാൻ തന്നെ. ഹലോ, ആ പിടികിട്ട പുള്ളി ഞാൻ തന്നെ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞൊരു ദൂത് പറയാം. ആരുടെ വലയിലും പിടിക്കാൻ കിട്ടാത്ത ചിലതിനെ ആത്മാവ് തൊടും. ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവ് തൊടും. മുഖം മൂടി വച്ച് ജീവിക്കുന്ന ചിലവിനെ ആത്മാവ് തൊടും. ഇന്നു പകൽ നീ വിശ്വസിച്ചാലും ഇല്ലേലോ, ഇന്നു പകൽ മടങ്ങി പോ, ഇല്ലെങ്കിൽ ആത്മാവ് നിന്നെ തൊടും. ഓ റിബാല ധരബല ധരഗടഗല റൈഖാവരാജന. യോന കപ്പലിൻ്റെ അടിത്തട്ടി കിടന്നുറങ്ങുക. ചിലരുടെ ഉറക്കമൊക്കെ പോകും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അമ്മേ, ചിലരുടെ ഉറക്കമൊക്കെ ഒന്ന് പറ, ഉറക്കമൊക്കെ പോകും. നിങ്ങൾ എന്നെ വല്ലതും വിളിച്ച ജീവിതത്തിൽ ഫോൺ എടുക്കൂല. ആമേ, ഹല്ലേലൂയ. അതങ്ങനെയാ. പ്രാർത്ഥിക്കാത്ത നിന്റെ ഫോൺ എടുത്തിട്ട് എന്ത് കാര്യം? എൻ്റെ ഉറക്കവും കൂടെ കളയാന്നേ ഉള്ളൂ. നിന്റെ ഉറക്കം ഓൾറെഡി പോയിരിക്കുക. ആമേ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പിണങ്ങരുത്. ആമേ, യോനയുടെ ഉറക്കമൊക്കെ അങ്ങ് പോയി. അവ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ആ പുള്ളി ഞാൻ തന്നെ. ഈ കപ്പൽ ഉലയുന്നതിന് കാരണേ ഞാൻ തന്നെ. ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് ചോദിച്ചു നോക്കണം. നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, ആരും കാണാതെ നീ പുതച്ചു പിടിച്ചിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, പാസ്റ്റർ അടുത്ത് പോലും പറയാതെ നീ കൊണ്ടു നടക്കുന്ന ആ വിഷയമുണ്ടല്ലോ. ഹലോ, നിങ്ങൾ വേണമെങ്കിൽ അതിന് കാരണം ആരെന്നൊന്ന് ചിന്തിച്ചോക്ക. ഹലോ, അതിന് കാരണം നീയാണെങ്കിൽ ഇന്നു പകൽ ദൈവസന്നിധിയിൽ മടങ്ങി വരാ. ഇന്നു പകൽ ആത്മാവ് നിന്നെ വിളിക്കുകയാണ്. ഇനി 14 ദിനരാത്രങ്ങളുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 15 പാസ്റ്റർമാരുണ്ട്. അവര് വന്ന് ദൂതു പറഞ്ഞാലൊന്നും നിന്റെ കെട്ടുപൊട്ടില്ല. പടങ്ങരുത്. ഹലോ, നീ ഏറ്റു പറയാത്തിടത്തോളം കാലം അവരുടെ പ്രാർത്ഥന നിന്റെ മുൻപിൽ ഫലിക്കില്ല. എന്നാടാ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, വ്യവസ്ഥയിൽ വരാത്തവന് വേണ്ടി നീതിയുള്ള ന്യായാപൻ എഴുന്നേൽക്കത്തില്ല. അവൻ അനീതിയുള്ളവനല്ല, അവൻ നീതിയുള്ളവനാണ്. പക്ഷെ വ്യവസ്ഥയിൽ വന്നവന് വേണ്ടി ഒരു പാസ്റ്ററും പ്രാർത്ഥിക്കണ്ട. നീ എഴുന്നേറ്റ് മുഴങ്കാലിരുന്ന് കരഞ്ഞോ, അവിടെ ഇറങ്ങും ദൈവ സാന്നിധ്യം. ഓ, ചിലരിതിനകത്ത് തീരുമാനമെടുക്കുകയാണ്. ആമേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ ആ തെറ്റ് ഞാൻ ഏറ്റു പറയുകയാണ്. എന്റെ കണ്ണുകൊണ്ട്, എന്റെ മാവ് കൊണ്ട്, എന്റെ ജീവിതം കൊണ്ട്, എന്റെ കൈ കൊണ്ട്, എന്റെ മടച്ചാമ നടന്നുപോയ പാതകളിൽ വെളിപ്പെട്ടു പോയ പാപത്തെ ഇന്ന് പകൽ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ആമേ, ഹല്ലേലൂയ. എനിക്ക് ജോനയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, തെറ്റ് ചെയ്തത് അവൻ തെറ്റ് ചെയ്തെന്നങ്ങ് സമ്മതിച്ചു. ഹലോ, ആരായാലും സമ്മതിച്ചു പോകും. ആരായാലും ഒന്നീ മരണം,
എങ്ങനെ പോയാലും മരിക്കും. അതിനേക്കാളും ദൈവത്തോട് ചെയ്ത തെറ്റ് ഒന്ന് സമ്മതിച്ച് ഏറ്റു പറഞ്ഞൊന്നുമില്ല അവൻ. അവന് ഈ പടക് കാറ്റടിച്ചാലൊന്നും ചില ജോനമാർക്ക് ഏറ്റുപറച്ചിലൊന്നും വരില്ല. ഹലോ, നിങ്ങൾ എന്നോട് പിണങ്ങരുതാ. കപ്പൽ കുലുങ്ങിയാൽ പോലും കുലുങ്ങാത്ത ജോനമാരുണ്ട്. ഹലോ, എല്ലാം തകർന്ന് നിൽക്കുന്ന ഭൂമി വരെ ഒലിച്ചു പോയി. എങ്കിലും പള്ളി വന്നില്ല. എനിക്ക് മുട്ടിനകത്തൊരു കിരികിരിപ്പായിരുന്നു. അവൻ്റെ ഫുള്ള് കിരികിരിത്താവൻ നിൽക്കുന്നേ. എങ്കിലും പള്ളി കയറൂല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കടലാഞ്ഞടിച്ച് കപ്പൽ തകർന്നപ്പോൾ ഇവൻ കുലുങ്ങാതെ നിൽക്കുക. ഞാൻ ആ പ്രതി. ഹലോ, ഏറ്റുപറച്ചിലൊന്നും വന്നില്ല. അവൻ തന്നെ പറയുക, നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ എടുത്ത്. എത്രയോ ജോനമാർ ഇതിനകത്തിരിപ്പുണ്ട്. ഞങ്ങൾ എടുത്തെറിയാത്തതിന് കാരണം എന്തെന്നറിയാമോ? ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. സത്യം പറയാമല്ലോ, പാസ്റ്റർ പ്രാർത്ഥിക്കുമെന്നറിയില്ല, ഞാൻ നന്നായി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, നിനക്ക് ഹിതമില്ലാത്ത കോണം പിടിക്കാത്ത ഒന്നുപോലും ഇതിനകത്ത് വരല്ലേ എന്ന്. സ്തോത്രം പറഞ്ഞില്ല. ഹലോ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഉപവസിക്കുന്നതിന് കാരണം തന്നെ അത്. അങ്ങനെ വിശ്വസിച്ചോ? ഹലോ, ഗുണം പിടിക്കാത്ത ജോനമാരെ കർത്താവ് മാറ്റിയാൽ ഗുണമുള്ള ചിലത് വരും. ഹലോ, ഇത് ആഴക്കടലിനകത്ത് പടകം കുലുങ്ങി കപ്പലിന്റെ അടി വരെ മുകൾ വരെ കുലുങ്ങി. ഇവൻ കുലുങ്ങാതെ നിൽക്കുക. കുലുങ്ങാത്ത നിന്നെ കുലുക്കുന്ന ചിലതുണ്ട് താഴെ. കേട്ടോണം, ഇന്നു പകൽ വചനം വ്യക്തമായി പറയുന്നു. യോന എന്നിട്ടും മാനസാന്തരപ്പെട്ടില്ല. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്നെ എടുത്ത്. ഞങ്ങൾക്കറിയാം പ്രമാണം ഇല്ലാത്തത് കൊണ്ടാ പലതിനെ ഇതിനകത്ത് വെച്ച് സഹിക്കുന്നേ. എന്നിട്ടും വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും വന്നിരുന്ന് ഉപവസിക്കുന്നുണ്ട്, എങ്ങനെയും ഒന്ന് ഗുണം പിടിക്കിട്ടെന്ന്. എന്നിട്ടും ഗുണം പിടിക്കുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ പകൽ കേട്ടോ, അനുസരിക്കാത്ത നിന്റെ മുൻപിൽ കാറ്റ് മാത്രമല്ല, ആഴക്കടലിൽ നിന്നെ വിഴുങ്ങാനുള്ള മത്സ്യം റെഡിയാണ്. ഇന്ന് പകൽ ദൈവ വഴി വിട്ട് ദൈവ കൃപ വിട്ടു പോകുന്ന ജോനമാര് നിന്നെ വിഴുങ്ങിക്കളയാ മഹാമത്സ്യത്തെ ദൈവ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ പ്രസംഗം ഇങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ നിന്ന് ഒരു ഫ്രൈസ് മാത്രം എടുക്കാൻ അതിനകത്ത് കയറിയതാ. എൻ്റെ പ്രസംഗം അഹരോൻ്റെ വടിയാ. ഹലോ, ആ മടി മിക്കവാറും അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്താ ദൈവം ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. കൊണപ്പെടാമെങ്കിൽ പെട്ടോ. എങ്കിൽ നിന്റെ ജീവിതം രക്ഷപ്പെട്ടോ. നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. അതാ പറഞ്ഞ, വേഗത്തിൽ പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുമെന്ന വചനം. അവൻ ഇവനെ എടുത്ത് കടലിനകത്തിട്ടു. കടലിനകത്തിട്ടതും ഹലോ, ഹല്ലേലൂയ, പാമ്പ് തവളയെ വിഴുങ്ങിയതുപോലെ വായും തുറന്ന് ചിലതിരിക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ചില തവളകൾ പാമ്പിൻ്റെ വായിൽ പോയാലും അത് നേരെ ആവില്ല. കേട്ടോ, അകത്ത് കിടന്നു. വചനം പറയുന്നു, സുവിശേഷം പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കും. ജോന മരിച്ചെന്ന് തന്നെ പുതിയ നിയമത്തിനകത്ത് കാണാൻ കഴിയും. മത്സ്യത്തിൻ്റെ വായ്ക്കകത്ത് കിടന്ന് ജോന മരിച്ചുപോയി. മരിച്ചു. ജീവന്റെ തുടുപ്പ് അവനിൽ നിന്ന് നഷ്ടമായി പോയി എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിന്റെ അവസ്ഥയായിരുന്നു. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, ജീവൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. എപ്പോഴോ അവനൊരു തിരിച്ചറിവ് കിട്ടി, ഞാൻ ദൈവത്തോട് പാപം ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് പറ്റിപ്പോയതെന്ന്. കേട്ടോണം, മത്സ്യത്തിന്റെ വായിൽ കിടന്ന് ഒറ്റ പ്രാർത്ഥന, കർത്താവേ, നിന്നോട് ഞാൻ ചെയ്ത പാപത്തിനകർത്യമാണ് എന്നോട് സംഭവിച്ചതെന്ന് എനിക്കറിയാം, നീ എന്നെ ഒന്ന് ഉദ്ധരിക്കണേ. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ പകൽ. നിന്റെ അഭിനയം കാണാനല്ല ഇന്ന് പകൽ ദൈവം എന്നെ നിർത്തിയവ. ഇന്ന് പകൽ മടങ്ങി വരാമെന്ന് ഒരു തീരുമാനം നിന്റെ ഹൃദയത്തിനകത്തുയർന്ന ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, ഞാൻ ചിലവിൽ നിന്ന് ഞാൻ നിന്നെ വിടിവിച്ച് പുറത്തെടുക്കാം. മഹാമത്സ്യം ദൈവത്തിന്റെ വാക്കവൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവൻ മാനസാന്തരപ്പെട്ടപ്പോ കരയിൽ കൊണ്ട് ഛർദിച്ചു വെച്ചു. ഹലോ, അവിടെ നിൽക്കുന്നില്ല, എൻ്റെ മുമ്പിൽ സമയമില്ല. ഛർദിച്ചു വെച്ചു.
ആമ യോന എൻ്റെ ഭാഗ്യത്തിൽ പറയാ, ആമ കടലിലിറങ്ങി ഒന്ന് കുളിച്ചപ്പോൾ ഫുൾ നീറ്റല, ശരീരം മുഴുവൻ ഉരിച്ചാ കൊണ്ടുവന്നേ. ഇപ്പം നീ നേരെ നിന്നില്ലേ കർത്താവ് നിന്നെ അടിച്ച ചിലതൊക്കെ ഉരിച്ചു കൊണ്ടുവരും. ഹലോ, ചിലതൊക്കെ ഉരിച്ചു കൊണ്ടുവരും കേട്ടോ. ചെന്നിരുന്നതേ ഒരു മലയുടെ സൈഡിൽ. അവന് വെയിൽ നന്നായിട്ടടിക്കാൻ തുടങ്ങി. അവൻ്റെ ശരീരം മുഴുവൻ സ്കിന്നെല്ലാം പോയി, നല്ല ചൂടാ. എൻ്റെ ചോദ്യം, സ്കിന്നുണ്ടായിട്ട് ചൂടത്ത് നിങ്ങൾ ഇരിക്കുന്നില്ല? ഹലോ പാസ്റ്ററെ, ഒന്ന് AC വെക്കൂ പാസ്റ്ററെ എന്ന് പറഞ്ഞായിരിക്കുന്നേ. ആമേ, പക്ഷെ നിങ്ങൾ ചോദിക്കേ, ഈ സ്കിന്ന് പുറത്തെ സ്കിന്നില്ലാത്ത ജോനയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചേ. ചൂടത്ത് അവൻ വേദനയോടെ പുളയുക. എന്നിട്ട് ദൈവത്തോട് എൻ്റെ പ്രസംഗഭാഷ ചോദിക്കാൻ, കർത്താവേ എനിക്ക് നീ ഒരു തണലെങ്കിലും ഒരുക്കില്ലയോ, എനിക്കൊരു തണലെങ്കിലും ഒരുക്കില്ലയോ? ആ പ്രസംഗം പറയാനാ ഞാൻ ഇത്രയും നേരം ഇതിനകത്തൂടെ വന്നത്. കേട്ടോണോ, മാനസാന്തരപ്പെട്ട ജോനയ്ക്ക് എൻ്റെ ദൈവം തണൽ നൽകാൻ ദൈവവചനം പറയുന്നു. അവനാവണക്കിനോട് കൽപ്പിച്ചു, ആവണക്ക് വേഗത്തിൽ പൊങ്ങി വന്നു. അർത്ഥാൽ ഇന്നു പകൽ നീ മാനസാന്തരപ്പെട്ട നിനക്ക് വേണ്ടിയുള്ള വാഗ്ദത്തത്തിന്റെ ആവണക്ക് 2 ആഴ്ച കഴിഞ്ഞല്ല, 3 ആഴ്ച കഴിഞ്ഞല്ല, വേഗത്തിൽ പൊങ്ങി വരും. ആരോടൊക്കെ ദൈവം പ്രവചിക്കുകയാണ് കേട്ടോ. നീ ഉപേക്ഷിക്കേണ്ടത് ചിലത് ഉപേക്ഷിച്ച ഈ നിമിഷം ചിലത് നിന്റെ കൂടാരത്തിൽ വേഗത്തിൽ നീതിയുള്ളവൻ പ്രതിക്രിയ ചെയ്യോ. ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ ഇരിക്കുന്ന നിന്നോടാ ദൈവിക ദൂത് കേട്ടോ. ആമേ, വിത്ത് നടണ്ട, മുള പൊട്ടണ്ട, മഴമേ വെള്ളമൊടിക്കണ്ട, അത് കാലകൾ കാത്തിരുന്ന് വൃക്ഷമാകണ്ട. ചിലത്ത് വേരിറങ്ങി വേഗത്തിൽ ചില ആവണക്കുകൾ വൃക്ഷമായി മാറുന്നു. ചില വാഗ്ദത്തത്തിന്റെ ആവണക്കുകൾ നിന്റെ കൂടാരത്തിന്റെ മേൽ വേഗത്തിൽ തലമുറയുടെ പാപിക്ക് തണൽ നൽകാ. ചില ആവണക്കുകളെ ദൈവം കൽപ്പിക്കുകയാണ്. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തണൽ നൽകുക. ചില ആവണക്കുകളെ ദൈവം കൽപ്പിക്കുകയാണ്. അറിയില്ല, ദൈവദാസനെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ആലയത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചില ആവണക്കുകളെ ആത്മാവ് ഇന്നു പകൽ കൽപ്പിച്ചുണ്ടാക്കുകയാണ്. ഉള്ളവല്ല ഇന്നു പകൽ അത് കൽപ്പിച്ചുണ്ടാകുകയാണ്. കരമടിച്ച് ശക്തിയോട് എന്റെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണ്ട. തണൽ നൽകേണ്ടത്. ആരോ പറഞ്ഞു, പാസ്റ്റേ എൻ്റെ ജീവിതത്തിൽ ആര് തണൽ നൽകും? എൻ്റെ ദൈവം പറയുക, ഞാൻ നിനക്കുതാ ഒരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കുന്നു. എൻ്റെ ശുശ്രൂഷയ്ക്ക് ആര് കരം വാങ്ങ്? എൻ്റെ അഭിഷേകത്തെ ആര് ഉയർത്തിവിട്? എനിക്ക് ആര് വഴികളെ തുറന്നര്? എനിക്കൊരു നല്ല ഭാവി ആരുണ്ടാക്കി തരും? എൻ്റെ ദൈവം പറയുക, ഇന്നത്തെ പകൽ ആവണക്ക് എൻ്റെ ദൈവം ചിലർക്ക് വേണ്ടി കൽപ്പിച്ചുണ്ടാക്കുന്നു. ഓ റിബാബാല ധാരാം 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 ധാരം ധീരമനച്ചുര വൈഡവരം ദുരഘടകച്ചുരവാറിമനാറികബ. ഈ ദൂത് പിടിക്കാമെങ്കിൽ പിടിച്ചോണം കേട്ടോ. ക്ഷണത്തിൽ എന്നോട് അണ്ണാവ് പ്രവചിക്കുകയാണ്. ചില വാഗ്ദത്ത നിവർത്തികൾ 21 പകൽ തീരുന്നതിന് മുമ്പ് ആലയത്തിന്റെ മേൽ വെളിപ്പെടും. ചില വ്യക്തി ജീവിതങ്ങളെ ആത്മാവ് കണക്ട് ചെയ്യാൻ പോകുക. ചില കുടുംബങ്ങളെ ആത്മാവ് കണക്ട് ചെയ്യാൻ പോകുക. ചില തലമുറകളെ ആത്മാവ് കണക്ട് ചെയ്യാൻ പോകുക. അസാധാരണമായ ഒരു നിയോഗത്തിലേക്ക് ദൈവസഭയെ ഇന്ന് പകൽ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ അഭിഷേകത്തിൽ ആരാധിച്ചു തുടങ്ങട്ടെ. ആരും കാഴ്ചക്കാരായി ഇതിനകത്തിരിക്കരുത്. ഇന്ന് പകൽ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് പുറത്തിറങ്ങി പോകാം. ഇന്ന് പകൽ കരമടിക്കാതെ ഒറ്റയെണ്ണം ഇതിനകത്തിരിക്കരുത്. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാത്ത ഒറ്റയെണ്ണം. ഓ ശക്തമായൊരു ദൈവിക സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വരികയാണ്.
വിത്തിടാതെ വേരിറങ്ങി ആഴങ്ങളിലേക്ക് വേരിറങ്ങി ഉയരങ്ങളിലേക്ക് വളർത്തുന്ന ചില ദൈവ പ്രവർത്തികൾ വേഗത്തിൽ എന്നോട് ദൈവാത്മ പറയുന്നു. കഴിഞ്ഞ 25 വർഷം ദൈവസഭ ആമേ ചെയ്തെടുക്കാൻ കഴിയാത്തത് വേഗത്തിൽ ചില ദേശത്തിന്റെ പട്ടണത്തിന്റെ രാജ്യങ്ങളുടെ ദൈവാത്മാവ് ചെയ്യുകയാണ്. ഓ റിബാ ബാബാ 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 രാധാ രാധാ ലഗടക ഓ റിബാ ലാധാ രാബാ ലാധാ രാധാ ലഗടക ജരാരഗലി സബാ ശരാധുരി ഖമാന ധൂരജാല ധാര 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 ധാര. പാസ്റ്റർ, എൻ്റെ മക്കൾക്ക് വേണ്ടി ആര് കരുതും? എന്നോട് ദൈവാത്മ പറയുന്നു, വേഗത്തിൽ ഒരു തണൽ വെളിപ്പെടുന്നു. പക്ഷെ എൻ്റെ കടഭാരം എങ്ങനെ മാറും? ആ കടഭാരത്തെ മാറ്റാനുള്ള ഒരു തണൽ നിന്റെ കൂടാരത്തെ വേഗത്തിൽ വെളിപ്പെടുന്നു. പക്ഷെ എൻ്റെ ഭർത്താവിനെ ആര് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും? ദൈവം പറയുന്നത്, ആ ചിലവിനെ ആത്മാവ് പിടിക്കുകയാണ്. ഇന്നത്തെ പകൽ ചിലവിനെ ആത്മാവ് പിടിക്കുകയാണ്. അറിയില്ല, വലിയൊരു അന്തരീക്ഷം ഇതിനകത്ത് തുറന്നു കിടക്കുകയാണ്. ജോലി സംബന്ധമായി പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി ഉപജീവനത്തിന്റെ വാതിലുകളെ ആത്മാവ് തുറക്കുകയാണ്. ഓൺലൈനിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ജോലി സംബന്ധമായി ഭാരപ്പെടുന്ന, ഉപജീവനമില്ലാതെ സാമ്പത്തിക നന്മയൊതുക്കി ഇനി നാളെ അറിയാതെ ആകുലതയോടെ ഇരിക്കുന്ന ചിലവിന്റെ മേൽ ആത്മാവ് ഇന്ന് പകൽ കെട്ടുപൊട്ടിച്ചു വിടുകയാ. ക്ഷണത്തിൽ ചിലവ് വളരുകയാണ് കേട്ടോ. ചിലവ് ക്ഷണത്തിൽ വളരുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ കരമടിച്ചു സ്തുതിക്ക. വേഗമാന ദൂരവച്ച വേഗമാന ചിലതിനൊന്നും കൈ പൊങ്ങുന്നില്ല, കൈ അടിക്കാൻ പറ്റില്ല. കൊണപ്പെട്ടവനെ ആവണക്കൊള്ളൂ. സ്വോത്രം പറഞ്ഞില്ല. മാനസാന്തരത്തിൽ മടങ്ങി വരുന്നവന് വേണ്ടി തണൽ നൽകാൻ ചില ആവണക്കുകൾ ഉയർന്നു വരും. സ്വോത്രം പറഞ്ഞില്ല. നിന്റെ ശുശ്രൂഷയ്ക്ക് തണലിന് വേണ്ടി ചില ആവണക്കുകൾ ഉയർന്നു വരും. നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി ചില ആവണക്കുകൾ ഉയർന്നു വരും. നിന്റെ ഉപജീവനത്തിന് വേണ്ടി ആവണക്കുകൾ ഉയർന്നു വരും. എങ്ങനെ വരും? ഒറ്റ രാത്രി കൊണ്ട് ആവണക്കുയർന്നൊരു വൃക്ഷമായി. നിന്റെ അഭിഷേകത്തെ പുറത്തെടുക്ക, നിന്റെ ഭാവിയെ പുറത്തെടുക്ക, നിന്റെ സഭയെ പുറത്തെടുക്ക. അവന് വർഷങ്ങൾ വേണ്ട, അവൻ ഒറ്റ രാത്രി മതി. പ്രിയരെ, വർഷങ്ങളുടെ പഴക്കം വേണ്ട. നമ്മുടെ സഭ പുറത്തെടുക്ക, അവൻ വേഗത്തിൽ കഴിയും. സ്തോത്രം പറഞ്ഞില്ല, വേഗത്തിൽ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു 25 വർഷം കഴിഞ്ഞു, അടുത്ത 25 വർഷം തികയുമോ ഭാരതം നിറയെ സഭകൾ ഈ സഭയിൽ നിന്ന് മൂളവട്ടി പുറത്തു വരും. ലോകത്തിന്റെ 5 വൻകരകളുടെ മേൽ അഭിഷിക്തന്മാർ എഴുന്നേൽക്കോ, പട്ടണങ്ങളെ പിടിക്കാൻ അനുസരിക്കാൻ ഒരു തലമുറയുണ്ടായിരുന്നു. കാരണമെന്ത്? അനുസരിക്കാൻ ഒരു തലമുറയുണ്ടായിരുന്നു.
Amen. Hallelujah. 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 ഇന്നു പകൽ വിശ്വാസത്തോടെ ഉപവാസ പ്രാർത്ഥനയുടെ ഏഴാമത്തെ പകൽ പറയാമോ, ഭാരതം പിടിക്കുന്ന ഒരു ഉണർവ് ഇവിടെ ആരംഭിക്കാം. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? അടുത്ത 25 വർഷം കഴിയുമ്പോ എല്ലാരും കാണില്ലേലും പലരും ഇതിനകത്ത് കാണും. അന്ന് സാക്ഷ്യം പറയണം. ഭാരതം 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറിയും പിടിച്ചൊരു അഭിഷേകത്തിന്റെ ഉണർവ് ഇവിടെ ആരംഭിച്ചു. ഇവിടെ ആരംഭിച്ചു. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ പറ. കഴിഞ്ഞ രാത്രി ഞങ്ങൾ ചോദിച്ചൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. കർത്താവേ, തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ, അത് ഇവിടെയോ എവിടെയോ, ഞങ്ങൾക്ക് 3 ഏക്കർ വസ്തു വേണം. 3 ഏക്കർ വസ്തു വേണം. 25,000 പേർ ഇരുന്ന് ആരാധിക്കുന്ന ആരാധന ഹാള് വേണം. ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അവൻ വേഗത്തിൽ സംഭവിക്കുക, വേഗത്തിൽ സംഭവിക്കുക. അനുസരിക്കാൻ ഒരുവനുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് ദഹിക്കുന്നില്ല. ഈ സാഹചര്യം വെച്ച് നിന്റെ പൊത്ത ബുദ്ധിക്ക് അത് ദഹിക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സഭ 30 ലക്ഷം വരുന്ന പോൾ യോങ്കീച്ചയുടെ സഭ ഇപ്പം മാറി. അടിബോയിയുടെ സഭയാണ് ആഫ്രിക്കയിൽ. രണ്ടാമത്തെ സഭ പോൾ യോങ്കീച്ചയുടെ സഭ 30 ലക്ഷം പേരാണ് വരുന്നത്. സൗത്ത് കൊറിയയുടെ ഭരണാധികാരികൾ അവിടെ വന്നാണ് പ്രാർത്ഥിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നത്. പോൾ യോങ്കീച്ച ആരാധന തുടങ്ങുമ്പോൾ ഒരു ചെറിയ ടാർപോളിയും വലിച്ചു കെട്ടിയ ടെന്റ്, മൈക്കില്ല, പ്രസംഗം കേൾക്കാൻ ആളില്ല, ഒരു ഒടിഞ്ഞ കാല് കെട്ടിവെച്ചൊരു മേശ. 3 വർഷം പ്രസംഗിച്ചു. ഒറ്റ വിശ്വാസിയെ കിട്ടിയില്ല. ഒറ്റ വിശ്വാസിയെ കിട്ടിയില്ല. അദ്ദേഹത്തോട് അനേകർ ചോദിച്ചു, നിന്റെ സഭ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, ആരും വരുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 3-ലധികം വർഷമായി ഈ വാഗ്ദത്തത്തെ ഗർഭം ധരിക്കുകയാണ്. ഇന്ന് പകൽ നമ്മുടെ സഭ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ പകൽ ദൈവസഭയുടെ നിയോഗത്തെ ഗർഭം ധരിക്കുകയാണ്. വേഗത്തിൽ മിഷണറിമാർ എഴുന്നേൽക്കട്ടെ, അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ. അതിലൊന്നും നിന്റെ തലമുറയാകട്ടെ, അതിലൊന്നും നിന്റെ തലമുറയാകട്ടെ. പട്ടണങ്ങളെ, ദേശങ്ങളെ പിടിച്ചെടുക്കുന്ന ഉണർവ്. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഇന്നേക്ക് 5 വർഷം കഴിയുമ്പോ 24 മണിക്കൂറും പ്രാർത്ഥന ഉയരുന്നൊരു പ്രയർ ടവർ. സ്തോത്രം പറഞ്ഞില്ല. 24 മണിക്കൂറും, 1-2 അല്ല, 24 മണിക്കൂർ
പ്രാർത്ഥനയുടെ വാരിയെ ഈ പട്ടണത്തിനകത്ത് നേടുമേൽക്കണ്ട. അത് ഞങ്ങളുടെ സ്വപ്നമാണ്, അത് ഞങ്ങളുടെ സ്വപ്നമാണ്. അത് സംഭവിക്കട്ടെ, വേഗത്തിൽ പുറത്തു വരട്ടെ. തീരവച്ച വേഗമാണ് ദൂരജാല. ദൈവദാസന്റെ ആഗ്രഹം 24 മണിക്കൂറും തിരുവനന്തപുരം പട്ടണത്തിൽ പ്രാർത്ഥന ഉയരുന്നൊരു ആരാധന. പക്ഷെ അതിനകത്ത് ഞാൻ ഇന്നലെ രാത്രി ഇവിടുത്തെ പ്രാർത്ഥനയെ കഴിഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം, അത് ടെക്നിക്കലി പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. 24 മണിക്കൂർ ഉള്ള പ്രയർ ലോകരാജ്യങ്ങളിലിരുന്ന് കാണുന്ന രീതിയിൽ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ബാംഗ്ലൂർ ഒരു ഉണർവ് നടക്കുന്നു, 9 ദിവസമായി. അപ്പൊ 365 ദിവസവും ലോകരാജ്യങ്ങൾ കാണുന്ന ഒരു ഓൺലൈൻ പ്രയർ. ശക്തന്മാരുടെ പ്രാർത്ഥനാ വിഷയങ്ങള് എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്ന ആത്മബലം തുറന്നു വരട്ടെ, വേഗത്തിൽ സംഭവിക്കട്ടെ. പ്രിയ കൂടപ്പുറപ്പേ, പ്രിയ സഹോദരി സഹോദര, നിന്റെ വിഷയത്തിൽ ദൈവം വേഗത്തിൽ പ്രതിക്രിയ ചെയ്യും. ഒരു നിമിഷം ദൈവസ്ഥാനം എഴുന്നേക്കാമോ? സമയമില്ല. അഹരോന്റെ വിഷയമൊക്കെ കമയൊന്ന് കൈകടത്തണമെന്നൊന്നുണ്ടായിരുന്നു, ഒന്ന് തൊട്ടുവിടണമെന്നുണ്ടായിരുന്നു. സമയമില്ല. ഒരു നിമിഷം കണ്ണുകളെ മൂടിയാട്ടെ, ഒരു നിമിഷം കണ്ണുകളെ മൂടിയാട്ടെ, ഒരു നിമിഷം കണ്ണുകളെ മൂടിയാട്ടെ. ഒത്തിരിയൊന്നും നീ പ്രാർത്ഥിച്ചില്ലേലും, വലിയ അന്യഭാഷയൊന്നും നീ അടിച്ചില്ലേലും, അമ്മയെ പറഞ്ഞില്ലേലും, ഒറ്റ വാക്ക് ഞാൻ അനുസരിക്കാൻ തയ്യാറാ, ഞാൻ അനുസരിക്കാൻ തയ്യാറാ. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഒരു വാക്കിരിക്കുന്ന ഇരിപ്പിൽ, ഒരുപക്ഷെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കാം ഇത് കേൾക്കുന്നേ. ഒരു വാക്ക് പറയാമോ? കസാവേ, ഞാൻ അനുസരിക്കാൻ തയ്യാറാ. അനുസരിക്കാൻ ഒരു തലമുറയുണ്ടെങ്കിൽ എൻ്റെ ദൈവം വേഗത്തിൽ ചിലത് ചെയ്യും. നിങ്ങൾ ചോദിക്കും, പാഷ ജോനയുടെ മുമ്പിൽ പെട്ടെന്ന് വളർന്നു വന്ന ആവണക്ക് പുഴു കുത്തി തിന്നില്ലേ? തിന്നു. അത് ജോനയുടെ മുമ്പിൽ വന്നത് മാത്രമല്ല, ഈ ലോകത്തിലുള്ളതെല്ലാം തീക്കായി ദൈവം ശോഷിച്ചിരിക്കുക. നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് തീരുന്നതല്ല, പുഴുവിനും തീക്കും കെടുത്താൻ കഴിയാത്ത നിത്യതയാണ്. ഒരു നിമിഷം മാറോടൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ. ചില ആവണക്കുകൾ നമുക്ക് വേണം. ഒന്ന് ചേർത്ത് പിടിച്ചാട്ടെ. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? കണ്ണുനീരോടെ കരയാൻ കഴിയുമെങ്കിൽ കണ്ണുനീരോ. കർത്താവേ, ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്, ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. Here I am to obey you, Lord. Here I am to obey you, Lord. ഒന്ന് പറയാമോ? കർത്താവേ, ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. എൻ്റെ ജീവിതത്തിൽ വേഗത്തിൽ ചെയ്യണേ. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒത്തിരി കരഞ്ഞതല്ലേ മനുഷ്യന്റെ മുമ്പിൽ, ഒത്തിരി വേദനിച്ചതല്ലേ മനുഷ്യന്റെ മുമ്പിൽ, ഒത്തിരി വിലപിച്ചതല്ലേ മനുഷ്യന്റെ മുമ്പിൽ. കർത്താവിനോടൊന്ന് പറയണേ, വേഗത്തിൽ എനിക്ക് ചിലത് ചെയ്യണേ, വേഗത്തിൽ എനിക്ക് ചിലത് ചെയ്യണേ. കരയാൻ കഴിയുമേൽ കണ്ണുനീരോടെ. ചിലരോട് പറയുക വേഗത്തിൽ എന്നറിയില്ല, റിപ്പീറ്റ് ചെയ്ത് പറയുക കേട്ടോ. ചില ജോലി സംബന്ധമായ വിഷയങ്ങൾ വേഗത്തിൽ ദൈവം പ്രവർത്തിക്കുക, വലിയൊരു ഷിഫ്റ്റിംഗ് നടക്കുക. ചില തലമുറകളുടെ കാര്യത്തിൽ വേഗത്തിൽ ദൈവം ചെയ്യുക.
നീ കരയുന്ന ആവശ്യമില്ലേ ആന്റി? അതിൽ വേഗത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുക. സഭ പ്രാർത്ഥിക്കുന്ന ആവശ്യമില്ലേ? വേഗത്തിൽ ആ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അപ്പാ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. വേഗത്തിൽ ചിലത് ഞങ്ങളുടെ മുൻപിൽ വെളിപ്പെടട്ടെ. വേഗത്തിൽ ചിലത് വെളിപ്പെടട്ടെ. അസാധാരണമായ നിയോഗത്തിന്റെ മഹത്വമുള്ള ചിലത് ഞങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ സംഭവിക്കട്ടെ. ഈ കരയുന്നവരുടെ കണ്ണുനീർ നീ തുടയ്ക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. കരങ്ങളെ തട്ടിയൊന്ന് ആരാധിച്ചാട്ടെ. ദൈവത്തിന്റെ തേജസ് ഇന്നു ഇവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്നു ഇവിടെ. ഓ പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ആമേൻ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ ഇന്നു നടത്തേണമേ, ആത്മശക്തിയാൽ ഇന്നു നടത്തേണമേ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും ഓ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആമേൻ. ആത്മനീലങ്ങളെ ഒരു കീടുവാൻ, ആത്മനീലങ്ങളെ ഒരു കീടുവാൻ ഓ സ്വർഗ സിയോനിലെ വിത്തു വിതപ്പാൻ, സ്വർഗ സിയോനിലെ വിത്തു വിതപ്പാൻ. നല്ല വണ്ണമാതു ഫലം കൊടുപ്പാൻ, നല്ല വണ്ണമായു ഫലം കൊടുപ്പാൻ. ഓ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ, ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. വെളിച്ചങ്ങൾ വിഷുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വിഷുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ ആമേൻ. വെളിച്ചങ്ങൾ വിഷുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വിഷുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ എൻ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എൻ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആമേൻ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്ന് ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ എന്നു നടത്തണമേ, ആത്മശക്തിയാൽ എന്നു നടത്തണമേ. ആമേൻ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഓ ഇന്നും എഴുകൂ പോലൊരു കേണമേ, ഇന്നും എഴുകൂ പോലൊരു കേണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ശരേ ഓ നിറയ്ക്കണമേ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു മഴ പോലെ. ഓ ആത്മമാരി കൊണ്ടു, ഓ ആത്മമാരി കൊണ്ടു
വേഗത്തിൽ ഇന്ന് പകൽ ചിലത് സംഭവിക്കട്ടെ. ചില വാക്തത്വങ്ങൾ വേഗത്തിൽ വേഗത്തിൽ കൂടാരങ്ങളുടെ മേൽ ഇതിനകത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പോലും മാറ്റി നിർത്താതെ ഈ വചനം അവിടെ ശിരസിന്റെ മേൽ അഭിഷേകം ഓ റീബലവൈടവരം ദുരഘടക ചുരമാറി മനാറിക ബാറികവ വീരബല ചുരവൈടവരം ദുരഘടക ചുരമാറി മനാറികവ ഓ റീരികമാന ധീരമാന. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. മുള പൊട്ടി ചിലവ് വിത്ത് നടാതെ വളമിടാതെ വെള്ളമൊഴിക്കാതെ വേഗത്തിൽ ചിലത് സംഭവിക്കട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ വേഗത്തിൽ 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 ചിലത് സംഭവിക്കട്ടെ. ദേശം അതിശയിക്കുന്ന പട്ടണങ്ങൾ കുറ്റുനോക്കുന്ന ഒരു ആത്മമറവിലേക്ക് വേഗത്തിൽ സഭ നടന്നു കയറട്ടെ. വേഗത്തിൽ 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 ചിലവിനെ ആത്മാവ് മറനീക്കി പുറത്തു കൊണ്ടുവരട്ടെ. അഭിഷേകമുള്ള ചിലവിനെ ആത്മാവ് മറനീക്കി പുറത്തു കൊണ്ടുവരട്ടെ. സ്വർഗമേ, ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുക. നീ കേട്ട വചനം പ്രവചനം അവിടെ മേൽ ജീവിതത്തിൽ അതുപോലെ വെളിപ്പെടട്ടെ. 21 കഴിയുന്നതിന് മുമ്പ് വേഗത്തിൽ ചിലത് സംഭവിക്കട്ടെ. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാണുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, അവിടെ മേൽ വേഗത്തിൽ ചിലത് സംഭവിക്കട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ഒരു നിമിഷം ദിവസം ഇരിക്കാമോ? അത് രണ്ട് കാര്യങ്ങൾ.